സിൽസില സിൽസില അത് സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമുക്കിന്ന് പങ്കുവെക്കാനുള്ളത്. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിഷയം നമ്മൾ ഇന്ന് ലൈവ് ചെയ്യും എന്നിങ്ങനെ വിഷണ്ണനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇത് തന്നെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചത്. വേറെ ഒന്ന് രണ്ട് വിഷയമുണ്ട്, കുറച്ച് സീരിയസ് ആണ്, അത് നമുക്ക് നാളെ ചെയ്യാം, ഇന്ന് സമയം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അത് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതിന് മുന്നേ അത് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം സിൽസില എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ സിൽസില എന്ന് പറയുന്നത്. എൻ്റെ ഓർമ്മയിൽ ഈ സംഗതി ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ആളുകളെ കളിയാക്കിയൊക്കെ പാടിയിരുന്ന ഒരു പാട്ട്, ഒരു ആൽബം സോങ് പോലെ മലയാളത്തിൽ ഇറങ്ങിയ ഒരു സാധനമായിരുന്നു. അപ്പോൾ ആ ഒരു പാട്ട് ഇന്ന് നമുക്ക് ഓർമ്മിക്കാനുള്ള മറ്റൊരു അവസരമായിട്ടിത് വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ ഒരു ചെറിയൊരു വീഡിയോ, റിപ്പോർട്ടർ ചാനലിൽ വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രാഫിക് വയലേഷൻ, ലൈസൻസ് ഇല്ലാതെ യാത്ര ചെയ്ത ഒരു കാക്കാനെ പോലീസുകാരൻ കൈ കാണിച്ച് നിർത്തുന്നു. അങ്ങനെ കൈ കാണിച്ച് നിർത്തിയിട്ട് ലൈസൻസ് ചോദിച്ചപ്പോൾ ലൈസൻസ് എടുത്തു കൊടുക്കുന്നതിന് പകരം അയാൾ ഈ ഫൈൻ അടിക്കുന്ന ആ ഒരു സംഗതിയിൽ വലിയ തോതിൽ വിഷമം കാണിച്ചുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, പുള്ളി ഒരു ഖുർആനിക സൂക്തമങ്ങ് ഓതി 2 കാച്ചങ്ങ് കാച്ചി 2 പ്രാക്കങ്ങ് പ്രാകി. അപ്പോൾ അത് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ വന്നതിന് ശേഷം സത്യത്തിൽ ഇത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ട്രോളി അങ്ങ് വിട്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ അപ്പോൾ നമ്മളുടെ ചില കാക്കാമാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, ഉസ്താദുമാർ. അവരിറങ്ങി തിരിച്ചിട്ട് ഇങ്ങനെ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇത് മതത്തിന് മോശമാക്കുന്ന കാര്യമല്ല, ഇങ്ങനെ പ്രാകാൻ പാടുണ്ടോ, അങ്ങനെ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ അത് നേരെ അങ്ങ് ഫൈൻ കൊടുത്ത് അങ്ങ് പോയാൽ പോരെ, എന്തിനാണ് ഈ ഖുർആനിക സൂക്തമൊക്കെ ഓതി ഇങ്ങനെ ഇതുപോലെ കുഴപ്പമുണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇദ്ദേഹത്തെ ഉപദേശിക്കുന്നു. ഇങ്ങനെയൊന്നും ആരും ചെയ്യരുതെന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ നമ്മളെ മുന്നിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഈ ചെയ്ത കാര്യം ഇതിന് ഇസ്ലാമികമായിട്ട് എന്തെങ്കിലും മാതൃകയുണ്ടോ? അതായത് പ്രാകുക എന്ന് പറയുന്ന സംഗതി, അതല്ലെങ്കിൽ ശപിക്കുക എന്ന് പറയുന്ന സംഗതിക്ക് ഇസ്ലാമികമായിട്ടുള്ള മാതൃകയുണ്ടോ? ഒന്നത്. 2, അങ്ങനെ ശപിക്കാനുള്ളൊരു അവകാശം അല്ലെങ്കിൽ ഒരു മാതൃക ഇസ്ലാമിലുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ അതിനുള്ള അവകാശമുണ്ട്? ഇതാണ് നമ്മൾ ചോദിക്കുക. അത് നബിക്ക് മാത്രമല്ല. ഇപ്പോൾ പെണ്ണ് കെട്ടുന്ന കാര്യം പറയുമ്പോൾ പലപ്പോഴും ഇത് നബിക്ക് മാത്രമാണ്, ബാക്കിയുള്ളവർക്കില്ല എന്ന് പറയുന്നത് പോലെ ഈ ശപിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് നബിക്ക് മാത്രമുള്ള സംഗതിയാണ്. സാധാരണ മനുഷ്യന്മാർ ഇതൊന്നും ചെയ്യരുത് എന്ന് എവിടെയെങ്കിലും ഖുർആനിൽ എഴുതിയിട്ടുണ്ടോ? ഇതാണ് നമ്മൾ രണ്ടാമത് നോക്കുന്നത്. മൂന്നാമതായിട്ട് ഇങ്ങനെ ശപിക്കുകയാണെങ്കിൽ എന്താണ് അത് ഏറ്റവും നല്ല രീതിയിൽ ശപിക്കാനുള്ള രീതി? ഇത് മൂന്നുമാണ് നമ്മളിന്ന് ഒന്ന് പരിശോധിക്കാനുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് അതിലേക്ക് കടക്കാം. അതിനു മുന്നേ ഈ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടേക്കാം. ഞാൻ ഫൈൻ അടിച്ചോളാം, പക്ഷേ എനിക്ക് ഇത്ര ടൈമില്ല, എനിക്ക് 10 മണി കളിക്കാറുണ്ട്, പിടിച്ചേക്കണ കണക്കുണ്ട്, ആ ലൈസൻസ് ഞാൻ എടുത്തുതരാം. എന്തായാലും കോഴഞ്ചേരിയിൽ പെട്ടുപോയതോ ഒരു മലപ്പുറംകാരനാണെന്ന് തോന്നുന്നു, സംസാരം കേട്ടിട്ട്. ലൈസൻസ് ഞാൻ എടുത്തുതരാം, ഞാൻ ഇത് ഓവർ പ്രഷർ ഇരിക്കുന്നു, എനിക്ക് കുറച്ച് ടൈം വേണം. എല്ലാം കൂടി മറിഞ്ഞിട്ട് കണ്ടുകൊണ്ട് زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم ومن يعمل مثقال ذرة خيرا يره പൈസ ഇങ്ങനെ കൊള്ളരാപ്പെടുത്തും. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകുന്നല്ലേ? അല്ല, എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പിടിക്കും. ഞാൻ ഫൈൻ അടിച്ചോളാം, പക്ഷേ എനിക്ക് ഇത്ര ടൈമില്ല, എനിക്ക് 10 മണി കളിക്കാറുണ്ട്, പിടിച്ചേക്കണ കണക്കുണ്ട്, ആ ലൈസൻസ് ഞാൻ എടുത്തുതരാം. പൈസക്കൊരു വിലല്ലേ? മുഴുവൻ കണ്ടേക്കാം, 2 തവണ കണ്ടാലും മുതലാവും. ലൈസൻസ് ഞാൻ എടുത്തുതരാം. ഞാൻ പോലീസുകാരനെ ഇതെങ്ങനെ കൺട്രോൾ ചെയ്തൊന്നും ഞാൻ പുള്ളിനെ സമ്മതിക്കാം. എല്ലാം കൂടി മറിഞ്ഞിട്ട് കണ്ടുകൊണ്ട് പോലീസുകാരന്റെ ചിരി നോക്കിക്കോട്ടോ. പോലീസുകാരന്റെ അവസ്ഥ കാണാം, പൈസ ഇങ്ങനെ കൊള്ളരാപ്പെടുത്തും. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകുന്നല്ലേ? അല്ല, എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പിടിക്കും.
അപ്പോൾ ഇത് കണ്ടല്ലോ, എന്തായാലും ആ പോലീസുകാരൻ എങ്ങനെയാണ് ആ ചിരി അവിടെ കൺട്രോൾ ചെയ്ത് നിന്നത് എന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത്. എന്തായാലും കാക്കമാർ എല്ലാ ദിവസവും ഇതേപോലെ ഏറി കയറാനുള്ള ഓരോരോ വഴികളായിട്ട് നമ്മളുടെ മുന്നിലേക്ക് അവതരിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ കഞ്ഞിയല്ല ബിരിയാണി തന്നെ തിന്ന് ജീവിച്ചു പോകുന്ന അവസ്ഥയാണ്. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിൽ നിങ്ങൾ പരിഭവിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് ദിനേന എന്നോണം പുതിയ പുതിയ വിഷയങ്ങൾ നിങ്ങൾ ഇതുപോലെ കൊണ്ടിട്ട് തന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് ചെയ്യും, എനിക്ക് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ കൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ സംഗതി വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇങ്ങനെ ചിരിച്ച് അത് കണ്ട് അങ്ങ് തള്ളി. പക്ഷേ ഇവിടെ ഒരു ഇസ്ലാമിക് ഒരു ചാനൽ വന്നിട്ട് ഉടനെ അതിനെ എംബ്ലോക്ക് പിടിപ്പിച്ചിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ഇതിൽ പറഞ്ഞു വെച്ച സംഗതികളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇത് നമ്മളൊന്ന് പരിശോധിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്തായാലും ഇവിടെ എന്താണ് ഉസ്താദുമാർ ഇതിനകത്ത് പ്രതികരിച്ചത് എന്നൊന്ന് അറിയണത് നല്ലതാണ്. അതാദ്യം നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം. പത്തനംതിട്ട കോഴഞ്ചേരി നിന്നുള്ള ഒരു വീഡിയോ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ബൈക്ക് യാത്രക്കാരനോട് ലൈസൻസ് ചോദിക്കുകയാണ്. ലൈസൻസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാൾ ആ പോലീസുകാരനോട് തർക്കിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. ഇത്തരത്തിൽ തർക്കിച്ചതിന് ശേഷം ഇയാൾ പിന്നീട് ചെയ്ത ഒരു പ്രവൃത്തിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഞാൻ ഫൈൻ അടിച്ചോളാം, പക്ഷേ എനിക്ക് ടൈമില്ല, എനിക്ക് 10 മണി പഠിക്കാനുണ്ട്, പിടിച്ചേക്കണ കണക്കുണ്ട്. ആ ലൈസൻസ് ഞാൻ പഠിച്ചുതരാം. ഇന്നത് കണ്ട് മരിക്കും, ഡോൺ വറി, വേറെ വഴിയില്ല. അളന്നു മുറിച്ച് നമ്മൾ പരിശോധിച്ച് പോയാൽ മതി. ആരും പിരിഞ്ഞു പോരുത്. അവസാനം ഒരു സാധനം ഉണ്ട് കേട്ടോ, ഒരു മാഷപ്പ്. എല്ലാം കൂടി മറിഞ്ഞിട്ട് കണ്ടുകൊണ്ട് അല്ല വിശ്വാസ തീക്ഷ്ണത. വിറപ്പിക്കല്. കാണാം പൈസ ഇങ്ങനെ കൊള്ളലാഭം. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകുന്നല്ലേ. അല്ല എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പിടിക്കും. ഈ മനുഷ്യൻ ഖുർആനായ തോതിക്കൊണ്ട് പോലീസ് വാഹനത്തിന് നേരെ ഊതിക്കൊണ്ട് ശപിക്കുന്ന മനോഭാവത്തോടുകൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ സമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുകയാണ് ഇത്തരം ആളുകൾ. അങ്ങനെ നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ദൃശ്യം കാണുന്ന മറ്റു മതസ്ഥർ എന്തായിരിക്കും ചിന്തിക്കുന്നത്? അതായത് ശപിക്കുന്നത് അവഹേളനമാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇത് ദീനുൽ ഇസ്ലാമിന് ഒരു അവഹേളനമായിട്ട് മാറുന്നു ശപിക്കുന്നത്. നമുക്ക് കാണാം എങ്ങനെയാണ് അത് ശാപം, അത് അവഹേളനമാകുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്കതാണ് ഇവിടെ പരിശോധിക്കാനുള്ളത്. അതൊന്ന് വീഡിയോ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം. ലൈസൻസ് എന്ന് പറയുന്നത് ഭരണകൂടങ്ങൾ നിയമപരമായി മനുഷ്യർക്ക് മേൽ നിർബന്ധമാക്കിയ ഒന്നാണ്. അതില്ല എങ്കിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫൈൻ അടച്ചു പോവുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമവശങ്ങളിലേക്ക് പോവുക. അതല്ലാതെ ആ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് വാഹനത്തിന് നേരെ ഇത്തരത്തിൽ ഖുർആൻ ആയത്തുകൾ ഓതിക്കൊണ്ട് ശപിക്കുക എന്ന് പറയുന്നത് എന്ത് തോന്നിവാസമാണ്. അള്ളാഹുവിന്റെ പരിഭാവനമായ വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ വചനങ്ങൾ, ആ വചനങ്ങൾക്ക് പവിത്രതയുണ്ട്. അത് സുന്ദരമായ വചനം നമുക്കൊന്ന് കേൾക്കാനുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും തോന്നിവാസം കാണിക്കാനുള്ളതല്ല, മറ്റുള്ളവരുടെ മേൽ ശപിക്കാനുള്ളതല്ല. ഏതായാലും ശപിക്കാനുള്ള സൂക്തങ്ങൾ വേറെയുണ്ട് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇത്തരം ദൃശ്യങ്ങൾ മറ്റുള്ള ആളുകൾ അത് പരമാവധി പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ അവഹേളിക്കാനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായ അറിവും ബോധവും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോട്. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹം ഇത് ചെയ്തത് ഇസ്ലാമിനെ കുറിച്ച് ബോധം ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നത് ഇവിടെ വീഡിയോ ചെയ്ത ഉസ്താദ് ഇതിങ്ങനെ പറഞ്ഞത് ഇസ്ലാമിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടും അയാൾ അവിടെ പ്രാഗിയത് ഇസ്ലാമിനെ കുറിച്ച് അറിവുള്ളത് കൊണ്ടുമാണ്. അതെന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിനു മുന്നേ നമ്മൾ വേറൊരു ആംഗിളിലും കൂടി ഇതിനെ ഒന്ന് കാണണം. നിങ്ങൾ ഒന്ന് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ആ ബുള്ളറ്റൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഒട്ടകത്തിൽ ഇങ്ങനെ മരുഭൂമിയിലൂടെ 7-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ പറപ്പിക്കുന്നൊരു ഒരു രംഗം നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ. അപ്പോൾ നിങ്ങളിങ്ങനെ മരുഭൂമിയിലൂടെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ ഒട്ടകത്തിൻ്റെ പേപ്പർ എന്തെങ്കിലും നിങ്ങൾ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒട്ടകത്തിൽ നിൽക്കുന്ന പോലീസുകാരെ നിങ്ങളെ മുന്നിൽ കൈ കാണിക്കുന്നു. നമ്മളുടെ AI ഉള്ളതുകൊണ്ട് ഈ ചിത്രമൊക്കെ വരയ്ക്കാൻ എന്തൊരു എളുപ്പമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇൻസ്ട്രക്ഷൻ കൊടുത്തു, സാധനം കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മളുടെ മുന്നിലേക്ക് ഇയാൾ ചാടി വീഴുകയാണ്. നമ്മളുടെ
മരുഭൂമിയിലെ പോലീസുകാരൻ. അങ്ങനെ മരുഭൂമിയിലെ പോലീസുകാരൻ നമുക്ക് അവിടെ ഒരു ടിക്കറ്റ് തരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ആലോചിക്കാം, ഇവിടെ ലൈസൻസ് ഇല്ലാതെ ബുള്ളറ്റ് ഓടിച്ചു, അപ്പോൾ പിടിച്ചു. പോലീസ് വണ്ടിയിലേക്കാണ് തുപ്പിയത്. എന്താണേലും അതിൽ KZ എന്നാണ് കണ്ടത്. അപ്പോൾ അത് അയാളുടെ വണ്ടിയാവാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും അവിടെ നമ്മൾ കാണുന്നത് അയാളുടെ ബുള്ളറ്റ് അത് ഓടിച്ചിരുന്ന ആൾ, അയാൾക്ക് ലൈസൻസ് ഇല്ല എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഫൈൻ അടയ്ക്കണം. എന്തടയ്ക്കണം? ഫൈൻ അടയ്ക്കണം. അപ്പോൾ ട്രാഫിക് വയലേഷൻ അവിടെ പിടിക്കുന്നു. പിടിച്ചപ്പോൾ ഫൈൻ അടയ്ക്കണം, പിരിഞ്ഞു പോകണം, ഇതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ഫൈനായിട്ട് നമ്മൾ അടയ്ക്കുക? നമ്മളുടെ പോക്കറ്റിൽ തപ്പും, എന്നിട്ട് 200 രൂപയോ 500 രൂപ, ഇപ്പോൾ എത്ര ഫൈനെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ട്രാഫിക് വയലേഷനൊന്നും നടത്താത്തതുകൊണ്ട് എനിക്കറിയില്ല, സോറി. അപ്പോൾ അതുകൊണ്ട് എത്രയാണെന്ന് വെച്ചാൽ അതങ്ങ് എടുത്തു കൊടുക്കും. എന്നാൽ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങ് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതുപോലെ സിൽസില ഊതിയിട്ട് 2 ശാപവും കൊടുത്തിട്ട് നമ്മൾ ഇന്ന് പോവും. ഇതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ 6-ാം നൂറ്റാണ്ടിൽ ഇതുപോലെ നിങ്ങൾ ഒട്ടകത്തിൽ ഇങ്ങനെ പറന്ന് പോകുന്ന സമയത്ത് പോലീസുകാരൻ കൈ കാണിച്ച് ഇതുപോലെ ടിക്കറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഫൈൻ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് സങ്കല്പിക്കുക. സ്വാഭാവികമായിട്ടും അവിടെ എന്തായിരിക്കും നിങ്ങൾക്ക് കൊടുക്കാനുള്ള സ്വത്ത്? എന്തായാലും കറൻസി എന്ന് പറയുന്നൊരു സാധനമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്തിൽ നിന്നുമാണല്ലോ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരാം. ആ സമ്പത്ത് ഇന്ന് നോട്ടും കറൻസിയും സാധനം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ആ കറൻസി ആയിട്ട് അന്ന് സമ്പത്തായിട്ട് അവർ കരുതിയിരുന്നത് ഒരുപാട് സാധന സാമഗ്രികളാണ്. അങ്ങനെയുള്ള സാധന സാമഗ്രികൾ ആയിട്ട് കണക്കാക്കിയിരുന്നൊരു സാധനമായിരുന്നു ഈ അടിമകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു വയലേഷൻ, അത് ട്രാഫിക് വയലേഷൻ ആയിക്കോട്ടെ, നോമ്പ് വയലേഷൻ ആയിക്കോട്ടെ. ഇപ്പോൾ നോമ്പ് കാലത്ത് നിങ്ങൾ പകൽ നോമ്പുകാരനായിരിക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനുള്ള ഫൈൻ എന്താണ്? അതിനുള്ള ഫൈൻ എന്ന് പറയുന്നത് നിങ്ങളൊരു അടിമയെ മോചിപ്പിക്കുക, അതുപോലെ പല സാധനങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? അത് ഒരു ഫൈനായിട്ട് നിങ്ങളുടെ സമ്പത്തിൽ നിന്നും നിങ്ങൾക്കൊരു കുറവ് വരുത്തുന്ന ഒരു ശിക്ഷയായിട്ടാണ്, ഒരു പെനാൽറ്റി ആയിട്ടാണ് അതിനവിടെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ നിങ്ങളെക്കൊണ്ട് ഒരു അടിമയെ മോചിപ്പിക്കുന്നു. അതിനെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വില കൊടുത്ത് നിങ്ങൾ വാങ്ങിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മറ്റ് 2 അടിമയെ കൊടുത്തായിരിക്കും നിങ്ങൾ ഒരു അടിമയെ വാങ്ങിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഉള്ള സാധനത്തിനെയാണ് നിങ്ങൾ ഇതുപോലെ ഒരു വയലേഷൻ നടത്തിയപ്പോൾ, നോമ്പ് കാലത്ത് ഇതേപോലെ ഡിങ്കോൾഫി നടത്തിയതിന് ചിലപ്പോൾ ഫൈൻ അടയ്ക്കേണ്ടി വരിക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതിനെയാണ് ഇന്നത്തെ ആളുകൾ എന്ത് ചെയ്യുന്നത്? ഇസ്ലാം അടിമ വിമോചനത്തിനെ ഈ പ്രോത്സാഹിപ്പിച്ച മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഗ്ലോറിഫൈ ചെയ്യുന്നത് ഈ തരത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് എന്ന് സാന്ദർഭികമായിട്ട് നിങ്ങൾ ഓർക്കണം, നന്നായിരിക്കും. ഇത് സത്യത്തിൽ അടിമയെ വിമോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലല്ല ഇത് നടക്കുന്നത്. അതായത് നിങ്ങൾ ഒട്ടകത്തെ ഇതുപോലെ മരുഭൂമിയിലൂടെ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് വയലേഷൻസ് നടത്താതിരിക്കാൻ നിങ്ങൾക്കുള്ളൊരു വാണിംഗ് ആണ്. ഭാവിയിൽ ഇത് ചെയ്യരുത്, സൂക്ഷിച്ച് വേണം മേലാൽ ഇനി ഒട്ടകത്തെ ഓടിച്ചുകൊണ്ട് പോകാൻ എന്ന്. അതായത് ഇപ്പോൾ 100 km/h ഒട്ടകത്തെ കൊണ്ടുപോകേണ്ട ആ റൂട്ടിൽ അവിടെ നിങ്ങൾ ചിലപ്പോൾ 120 പോയി കഴിഞ്ഞ് ഇതുപോലെ പിടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അടിമയെ വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് ഓർത്തേക്കുക. അപ്പോൾ അതുകൊണ്ട് ആ 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി അടക്കമുള്ള ആളുകൾ മരിക്കുന്ന സമയത്ത് പോലും അടിമകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം അത് അടിമ വിമോചനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മതമായിരുന്നില്ല, മറിച്ച് അടിമ സമ്പ്രദായത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും അടിമ ഫാം നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും അത് ഇസ്ലാമിലുണ്ട് എന്നതിൻ്റെ പേര് ലോകത്ത് ഏറ്റവും അവസാനം അടിമ വിമോചനം നടന്ന സ്ഥലമായിട്ട് ഇന്ന് ഗണിക്കപ്പെടുന്നത് പോലും ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് മാറിയതും, ലോകം അടിമത്തം എന്ന് പറയുന്ന സംഗതിയെ നിരോധിച്ചപ്പോഴും അത് ഇസ്ലാം തങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ അത് വെച്ചുകൊണ്ടിരുന്നതും അങ്ങനെ അവസാനം UN ഇടപെട്ടുകൊണ്ട് അത് നിർത്തിക്കുന്നൊരവസ്ഥ ഉണ്ടായതൊക്കെ നിങ്ങളൊന്ന് ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്തിനാ പറയുന്നത് സാന്ദർഭികമായിട്ടെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇസ്ലാം എന്ന് പറയുന്നത് മാനവിക വിരുദ്ധമാണ്. അത് അടിമ വിമോചനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അടിമത്വത്തെ അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് എന്നും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഒന്നും കൂടിയും ഒരു ക്ലൂ കിട്ടാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും തൻ്റെ കയ്യിലുള്ള അടിമയെ ഇതുപോലെ മോചിപ്പിച്ച വാർത്ത നബി അറിഞ്ഞപ്പോൾ നബി തിരുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. നബി എന്താ പറഞ്ഞത്? മുഹമ്മദ് വന്നിട്ട് പറയുകയാണ്, എന്തിനാണ് അതിനെ മോചിപ്പിച്ചത്? അതിന് എൻ്റെ അമ്മാവിന് വിറ്റൂടായിരുന്നോ? അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ബന്ധം ഊട്ടി ഉറപ്പിച്ചതിൻ്റെ കൂലിയും കിട്ടും, എന്നാൽ അടിമയെ വിറ്റതിൻ്റെ കൂലിയും അത് സമ്പത്തായിട്ടും നിനക്ക് കിട്ടൂലായിരുന്നോ? എന്തിനാ വെറുതെ അതിനെ മോചിപ്പിച്ചത് എന്ന് ചോദിച്ചിട്ട് അടിമ
വിമോചനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന മുഹമ്മദിനെയാണ് നമ്മൾ കാണുന്നത്. ആ മുഹമ്മദിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കണമെന്ന് നമ്മളുടെ കാക്കാമാർ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്നതും അതിൻ്റെ പേരിൽ സർ തൻസെ ജുഡ എന്ന് പറഞ്ഞ് നടക്കുന്നതും. അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. നമ്മളിത് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മൂപ്പര് ഒരു അറേബ്യൻ കൊള്ളക്കാരൻ, ഇതുപോലെ അടിമ വിമോചനം എതിർത്തിരുന്ന ഒരാൾ, അടിമത്വത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരാൾ എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ളത് സാന്ദർഭികമായിട്ടൊന്ന് പറയുകയാണ്. ഇനി ഇവിടെ ഇദ്ദേഹം പറഞ്ഞു മനോഹരമായ വാചകങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ആ ഓതിയത്? അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അറബിയിൽ തന്നെ കൊടുത്തിട്ട് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വ അഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ യൗമ ഇദിൻ യസ്ദുറുന്നാസു അസ്താതൻ ലിയറൗ അഅമാലഹും ഫമൻ യഅമൽ മിസ്ഖാല സറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല സറത്തിൻ ശർറൻ യറ. ഇതാണ് അവിടെ ഓതിയിട്ട് ഫു ഫു എന്നൊക്കെ പറഞ്ഞിട്ട് തുപ്പിയത്. ഈ തുപ്പൽ വിട്ടിട്ടുള്ള കളിയില്ല കേട്ടോ, അത് ബിരിയാണീൻ്റെ തന്നെ അതിലും തുപ്പിയാണ്. എന്തായാലും തുപ്പുക എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ അങ്ങനെ വന്നു പോകും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വെച്ചതെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ഭൂമി, അതായത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഭൂമി അതിശക്തമായി വിറകൊണ്ടാൽ. മനോഹരമായ വാചകം. ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറം തള്ളിയാൽ എന്ന് അടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ മനുഷ്യൻ ചോദിക്കും അതിനെന്ത് പറ്റി, അന്നാളിൽ ഭൂമി അതിൻ്റെ വിവരമൊക്കെ പറഞ്ഞറിയിക്കും. അങ്ങനെ പോയി അവസാനം പറഞ്ഞ് അറിയിക്കുന്നത് അതിനാൽ അണുത്തൂക്കം നന്മ ചെയ്തവൻ അത് കാണും, അണുത്തൂക്കം തിന്മ ചെയ്തവൻ അതും കാണും എന്ന് പറഞ്ഞിട്ടാണ് അയാൾ തുപ്പുന്നത്. അപ്പോൾ എന്താ ഇതിൽ സത്യത്തിൽ പുള്ളി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എൻ്റെ കയ്യിൽ നിന്ന് കാശ് പിടുങ്ങാനുള്ള പരിപാടിയാണ്, ഓക്കെ, എത്ര കട്ടാലും കൊള്ളയടിച്ചാലും ഈ അത് അറിയും എന്ന് പറഞ്ഞിട്ട് അയാൾ മനസ്സിൽ തട്ടി ഇത് പറയുമ്പോൾ എന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ശാപം നടത്തിയത്, ഈ പ്രാക്ക് നടത്തിയത് അത് ഇസ്ലാമികമാണെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇദ്ദേഹം ഇത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീഡിതൻ്റെ ഒരു അവസ്ഥയിലാണ് പുള്ളി സ്വയം സങ്കല്പിക്കുന്നത്. അദ്ദേഹം ഒരു മിസ്റ്റേക്ക് എന്നോണം പുള്ളി ലൈസൻസ് എടുക്കാൻ മറന്നു, അല്ലെങ്കിൽ ഡിജി ലോക്കറിൽ അത് സേവ് ചെയ്തിരുന്നെങ്കിൽ അതെങ്കിലും കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അതുപോലും പുള്ളിയുടെ കയ്യിലില്ല. പോട്ടെ, എന്തുതന്നെയായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിയെ ഒരു കൊള്ള നടത്തുന്നത് പോലെയാണ് പുള്ളിയുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ പുള്ളി ഒരു പീഡിതനായിട്ട് അവിടെ സ്വയം അവതരിക്കുകയും എന്നിട്ട് പീഡിതരായിട്ടുള്ള ആളുകൾക്ക്, പീഡിപ്പിക്കുന്ന ആളുകൾക്കെതിരെ പ്രാർത്ഥിക്കാനുള്ള അവകാശം ഇസ്ലാമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്രാർത്ഥിക്കാം. ഇതാണ് പുള്ളിയുടെ മനസ്സിലുള്ളത്. അതുകൂടാതെ ഒരു നാണക്കേട് പുള്ളിക്കുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവാം. അത് വരുമ്പോൾ ഈ ഈമാൻ തൻ്റെ ചിന്തയിൽ അമിതമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പല സാധനങ്ങൾ നമ്മൾ എടുത്ത് എഴുന്നള്ളിക്കും എന്നുള്ളത് തന്നെയാണ്. ആളുകൾ മതം തലയിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ അവരെങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് വളരെ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ മതം അയാൾക്ക് കൊടുക്കുന്ന ഒരു ധൈര്യമുണ്ട്. ഇന്ന് മറ്റൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഡൽഹിയിൽ റോട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അവരെ മാറ്റാൻ വേണ്ടിയിട്ട് പോലീസുകാരൻ വന്നിട്ട് പിന്നീന്ന് തൊഴിക്കുന്ന ഒരു കാഴ്ച. അതിനോട് നമുക്ക് യോജിപ്പില്ല. അങ്ങനെ ചെയ്തത് കുറച്ച് ഓവർ തന്നെയാണ്, അത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ കാക്കാമാരവിടെ ശ്രദ്ധിക്കണമായിരുന്നു. നടുറോട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ട കാര്യം, ലോകത്ത് ഇത്രയും പള്ളിയുള്ളപ്പം. അത് വേറൊരു വിഷയം. എന്തു തന്നെയായാലും ചവിട്ടുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില ആളുകളൊക്കെ ചാടി എഴുന്നേറ്റപ്പോഴും ചവിട്ട് കൊണ്ടിട്ടും തൻ്റെ ആ ചവിട്ടൊന്നും അവിടെ ഗവനിക്കാതെ അവിടെ ഇരുന്നോടത്തിരുന്ന് നിസ്കരിക്കുന്ന സുജൂദ് ചെയ്യുന്ന ഒരു മുസ്ലിമിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇരുന്ന് നിസ്കരിച്ചിരുന്ന ഒരാളായിരുന്നു ഞാനും എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അതായിരുന്നു നമ്മളുടെ മനസ്സിലുള്ളൊരു ആ ഈമാനിൻ്റെ ഒരു ദൃഢത എന്ന് പറയുന്നത്. അത്രയ്ക്കും ശക്തമായ ഒരു ചിന്ത. നമുക്ക് തല്ല് കിട്ടിയാലും നമുക്ക് എന്ത് തന്നെ തട്ട് കിട്ടിയാലും ശരി, നമ്മളതിൽ നിന്ന് പതറില്ല എന്ന് പറയുന്ന ഒരു ധൈര്യമുണ്ട്, ഒരു മനോധൈര്യം. അത് അദ്ദേഹം അവിടെ കാണിക്കുന്ന, ആ ഒരു വിശ്വാസി അവിടെ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സമാനമായ രീതിയിൽ ഈ വിശ്വാസം നമ്മളുടെ മനസ്സിലൊരു ഉറപ്പ് തന്നു കഴിയുമ്പോൾ ഇതുപോലെ പല കാര്യങ്ങൾ ചെയ്തു വെക്കാൻ അവർ പ്രേരിപ്പിക്കുന്നത് ആ ഈമാനിൻ്റെ ഒരു കട്ടിയാണ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ പ്രശ്നമാകും. പ്രത്യേകിച്ച് ബോംബ് പൊട്ടിക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഈ ഒരു കട്ടി കൂടുമ്പോഴാണ് എന്നും കൂടി ഒന്ന് ഓർത്തേക്കുക. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഡിസ്പ്ലേ ചെയ്തത് ശരിയോ തെറ്റോ എന്നതിനപ്പുറത്തേക്ക് ഡിസ്പ്ലേ ചെയ്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസ തീക്ഷ്ണതയും അദ്ദേഹം കൊണ്ടു നടക്കുന്ന വിശ്വാസത്തിൽ എത്രത്തോളം ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതും, അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ഫലിക്കുമെന്നുള്ള ഒരു കൃത്യമായ ബോധ്യവും ഇതാണ് അദ്ദേഹം അവിടെ വെളിവാക്കുന്നത്. ഇതിനെ വിശ്വാസികൾ കുറച്ച് കാണരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ അങ്ങനെ കുറച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ മതത്തെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്നാണ്. ഞങ്ങൾ ചെയ്യുന്ന പണി നിങ്ങൾ ചെയ്യുന്നു എന്നാണ് അവിടെ വരുന്നത്. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, ഇത് അദ്ദേഹം ഈ ഖുർആനും അവിടെ റെലവൻ്റ് ആണോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അയാളുടെ മനസ്സിലൂടെ പോയിരിക്കുന്നത് അവന് പണി കൊടുക്കണം, ഇത്
എനിക്കിട്ടൊരു പണി തന്ന സ്ഥിതിക്ക് അതങ്ങനെ ചെയ്യണം എന്ന് അയാളുടെ മനസ്സിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്ന് അയാളുടെ ആ വിശ്വാസത്തിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ തീക്ഷ്ണതയുടെ ലക്ഷണമായിട്ട് നിങ്ങൾക്ക് അവിടെ എടുക്കാം. അതാണ് അതിൽ നമ്മൾ ഒന്നാമതായിട്ട് കാണുന്നത്. ഇനി ഇവിടെ ഈ ആൾ പ്രാർത്ഥിച്ചപ്പോൾ അത് മനോഹരമായ ഖുർആനിലൊരു സൂക്തത്തെ ഇങ്ങനെ പ്രാകാൻ വേണ്ടി ഉപയോഗിച്ചത് ശരിയായില്ല എന്നാണ് പറയുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം എന്താണ്, പ്രാകാൻ നല്ല സൂക്തങ്ങൾ വേറെ ഇല്ലേ? അങ്ങനെ വേറെ ഉള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ എടുത്ത് ഇതുപോലെ പ്രാകുന്നത്? ഇത് മനോഹരമായ ഒരു വാചകമല്ലേ, എന്തിനാണ് അതെടുത്തിട്ട് പ്രാഗിയത്? പ്രാകാനാണെന്നുണ്ടെങ്കിൽ എന്തോരം നല്ലതുണ്ട്. അതിനൊരു ഉദാഹരണം എവിടെ? തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ് മാ അനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വഅംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫി ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഇതുള്ളപ്പോൾ എന്തിനാണ് ഇതെടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രാഗിയത്? ഇതങ്ങ് ഓതിയിട്ട് ഫു 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 എന്നിങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കാര്യം എത്ര സിമ്പിളാവുമായിരുന്നു. കാരണം ഇതല്ലേ പ്രാകാൻ വേണ്ടിയിട്ട് അള്ളാഹു നേരിട്ട് പ്രാഗി നമുക്ക് തെളിവ് കാണിച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. അതായത് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്, അബൂ ലഹബിൻ്റെ ഇരു കരങ്ങളും നശിക്കട്ടെ തെണ്ടി. അവൻ നശിച്ചിരിക്കുന്നു, അല്ല അവൻ നശിച്ചു. അവൻ്റെ സ്വത്തോ അവൻ സമ്പാദിച്ചതോ അവന് ഒട്ടും ഉപകരിക്കില്ല, അവൻ മുടിഞ്ഞു പോവുകയുള്ളൂ. പടച്ചോൻ പറയണുണ്ടോ, ആളിക്കത്തുന്ന നരകത്തിൽ അവൻ ചെന്നെത്തും. അമ്പട, അവൻ അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല. വിറക് ചുമക്കുന്ന അവൻ്റെ ഭാര്യ, അത് രണ്ടും, അവൻ മാത്രമല്ല അവൻ്റെ പെണ്ണും നശിക്കും എന്ന് പടച്ചോൻ പ്രാകുമ്പോൾ പടച്ചോൻ്റെ ഒരു നിലവാരം ആലോചിച്ച് നോക്ക്. അവരുടെ കഴുത്തിൽ ഈന്തപ്പന നാര് കൊണ്ടുള്ളൊരു കയറുണ്ട്. അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അതായത് പ്രാകുക എന്ന് പറയുന്നത് എന്തിനാ? അതായത് ഇയാൾ ചെയ്തതാണ് പ്രാകലിൻ്റെ ഏറ്റവും മാന്യമായ ലക്ഷണം, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ആ കൂടി ചെയ്യാൻ കഴിയുന്ന എന്താണ്, പ്രാർത്ഥിച്ചിട്ട് വേറെ ആരെങ്കിലും അയാൾക്ക് കൊട്ടേഷൻ കൊടുക്കുക. ഇതാണ് ഈ പ്രാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ച മലയാളത്തിൽ ഉള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊട്ടേഷൻ കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അതിന് ലക്കും ദീനക്കും വലിയ ദീൻ, അതിന് വേറെ കൂടുതലൊന്നും നിങ്ങൾ ആലോചിച്ച് നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ കൊട്ടേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യകത മനുഷ്യന് അല്ലേ അങ്ങനെ ഒരു ആവശ്യം വരുന്നുള്ളൂ? പടച്ചോൻ എന്തിനാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കേണ്ട കാര്യമുള്ളൂ? പ്രാകേണ്ട ആവശ്യം എന്തുള്ളത്? അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ സൂക്തം ഇറങ്ങിയതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് മക്കയിൽ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ മണിയടിച്ചിട്ട് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ അവിടെ അവരെ വിളിച്ചു കൂട്ടുന്ന സമയത്ത് ആപൽ ഘട്ടങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പറയാനുള്ളൊരു സംഗതി അവിടെ ഉള്ളപ്പോൾ മുഹമ്മദ് സ്ഥിരമായിട്ട് അത് പോയി മണിയടിച്ചിട്ട് ആളെ വിളിച്ചു കൂട്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊക്കെ വിളിച്ചു തുടങ്ങിയപ്പോൾ നാട്ടുകാർ മുഹമ്മദിനെ കളിയൊക്കെ ഇത് മേലാൽ ഇത് ചെയ്തേക്കരുത് എന്ന് പറഞ്ഞൊക്കെ വലിയ പ്രശ്നമാവുന്നു. അതായത് അവിടെയുള്ള ഒരു എമർജൻസി ലാമ്പ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു അലാം സിസ്റ്റം അത് മതപ്രബോധനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാഴ്ച വന്നപ്പോൾ നിരന്തരം അത് വരുന്നൊരു അവസ്ഥയുണ്ടായപ്പോൾ അത് ചോദ്യം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുകയും ഇനി മേലാൽ ഇത് ചെയ്യരുതെന്നൊക്കെ പറയുന്ന വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി. കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലൊരു സംഭവം അവിടെ അവതരിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ ഡീറ്റെയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അതിൽ പറയുന്നത് ഇതിന് ഏറ്റവും കൂടുതൽ എതിർത്തൊരു വ്യക്തിയും കൂടിയാണ് ഈ അബൂ ലഹബ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ അങ്ങനെ അബൂ ലഹബിന് ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അവിടെ ഇതുപോലെ പ്രാകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഈ പ്രാഗ് അവിടെ വരുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാം? ഇത് അള്ളാഹു ഇറക്കിയ ആയത്തല്ല, ഇത് മുഹമ്മദിൻ്റെ വകയുള്ള സാധനമാണ് എന്നുള്ളതിൻ്റെയും കൂടി ഒരു ലക്ഷണമാണ് ഈ പറയുന്ന സാധനം. അതായത് മനുഷ്യനാണ് പ്രാകേണ്ട ആവശ്യമുള്ളൂ. പടച്ചോനിപ്പോൾ അബൂലഹബിന് ഒരു തട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ പോരെ, കും ഫയക്കുൻ എന്നല്ലേ നമ്മൾ പറയും. കും എന്ന് പറഞ്ഞാൽ അതുണ്ടായി. അപ്പോൾ അബൂലഹബ് നശിക്കട്ടെ എന്നങ്ങ് പറഞ്ഞാൽ കഴിഞ്ഞു, ടീം അവിടെ തീരും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അബൂലഹബ് ആകെ പുഴുത്തരിച്ച് ചാവണം എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് അബൂലഹബ് അങ്ങനെ ചത്തോ, പുഴുത്തരിച്ച് മരിച്ചോ? ഇല്ല, അബൂലഹബ് അങ്ങനെയല്ല മരിച്ചത്. അബൂലഹബിൻ്റെ തലയ്ക്ക് അടി കൊടുത്തിട്ട് അബൂലഹബിന് അങ്ങനെ ഒരു അക്രമത്തിൽ പരിക്കേറ്റിട്ടാണ് ആൾ മരിക്കുന്നത് എന്നുള്ളത് വേറെ നമുക്ക് കാണാം. അപ്പോൾ ഇതിങ്ങനെ പ്രാഗ് മാത്രമല്ല, ആ പ്രാഗ് ഫലിക്കുകയും കൂടി ചെയ്തിട്ടില്ല എന്നതും കൂടിയാണ് നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ സത്യത്തിൽ ഖുർആൻ അടപടലം പൂട്ടിപ്പോകുന്ന ഒരു പ്രവചനമോ അതല്ലെങ്കിൽ ഒരു പ്രാക്ക് പോലും ഫലിപ്പിക്കാൻ കഴിയാത്തൊരു പടച്ചോനും കൂടിയാണ് ഈ ഇസ്ലാമിലുള്ളത് എന്നതും കൂടി തെളിയിക്കുന്ന ഒരു സാധനമാണ് ഈ അബൂലഹബിൻ്റെ ഒരു വിഷയമൊന്നും കൂടി നിങ്ങളൊന്ന് ഓർക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ വീഡിയോ ഒക്കെ വേറെ ഉള്ളതുകൊണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള വളരെ മനോഹരമായ പ്രാകാനുള്ള സൂക്തങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് സഹോദര നിങ്ങൾ ഈ ഇതാ സുൽസിലത്തിൽ അറുതു സിൽസാലഹ എടുത്ത് ഇതുപോലെ സിൽസിലഹ എന്ന് പറയാനുള്ള വഴി ഉണ്ടാക്കി വെച്ചത് എന്നതാണ് നമ്മൾ ഉസ്താദ് ചോദിക്കുന്നത്. അപ്പോൾ ഇനി മേലാൽ അത് ചെയ്യരുത് എന്ന് മാത്രമല്ല, ഇനി നിങ്ങൾ അങ്ങനെ പ്രാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പ്രാഗി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഫു 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 എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ സൂറത്താണ് ഓതേണ്ടത്. ഒന്നുകൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാ സിൽസിലത്തിൽ അറുതു എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്. അതൊക്കെ പറയുമ്പോൾ അബ്ബ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു എഫക്റ്റ് ഉണ്ടാവും. അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിന് മാതൃകയുണ്ടോ എന്നുള്ളത്, ശപിക്കുക എന്നുള്ളതിന് മാതൃകയുണ്ടോ എന്നുള്ളതാണ് നമ്മളിനി നോക്കേണ്ടത്.
അപ്പോൾ ഖുർആനിൽ ശപിക്കുന്നതിനുള്ള സൂക്തമുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞു. അള്ളാഹു നേരിട്ട് ശപിച്ചതിൻ്റെ മാതൃക നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം, ഇങ്ങനെ ശപിക്കാനുള്ള അവകാശം അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദിന് മാത്രമേ ഉള്ളൂ, അതോ ഇനി നമുക്കൊക്കെ ഉണ്ടോ എന്നുള്ളതും കൂടി അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വിഷയം, ഇത് സുന്നികളുടെ ഇടയിൽ ഇത് വലിയ പ്രചാരമില്ല, പക്ഷേ ഷിയാക്കളുടെ ഇടയിൽ ഇത് വലിയ പ്രചാരമാണ്. പക്ഷേ സാധാരണ ഷിയാക്കളെ മുസ്ലിങ്ങളായിട്ട് എണ്ണാറില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പ്യൂർ റിസർച്ചിൻ്റെ റിപ്പോർട്ട് എല്ലാവരും തള്ളിമറിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ അവർ സുന്നികളുടെ കൂടെ ഷിയാക്കളെയും എണ്ണിയത് കൊണ്ട് ഷിയാക്കളുടെ ഈ ആഘോഷവും ഞാനിവിടെ എടുക്കും. നിങ്ങൾ ഷിയാക്കളെ മുസ്ലിങ്ങളുടെ എണ്ണം എടുക്കുന്ന സമയത്ത് കൂട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനിത് ഒഴിവാക്കാം. അപ്പോൾ തൽക്കാലം നിങ്ങളത് കൂട്ടിയത് കൊണ്ട് ഞാനിത് എടുക്കുകയാണ്. അപ്പോൾ ഷിയാക്കളുടെ ഈ സാധനം നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇത് അവരാണ് കേട്ടോ കൊണ്ടുനടക്കുന്നത്. സുന്നികൾ ഇത് അങ്ങനെയില്ല, ഇത് ക്യാൻസൽ ചെയ്തു എന്നൊക്കെയാണ് പറയുക. സത്യത്തിൽ അങ്ങനെയല്ല. ഈ മുബാഹല എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. ശാപപ്രാർത്ഥന എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇത് നമ്മളുടെ മുഹമ്മദും കൂട്ടരും കൂടി ഒപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അതായത് നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടുള്ള ഒരു സംഗതിയാണ്, ഇസ്ലാം പടർന്നത് വാളുകൊണ്ടല്ല, അത് പടർന്നത് ഇങ്ങനെ മതപ്രബോധനത്തിലൂടെയൊക്കെയാണെന്നൊക്കെയാണല്ലോ നമ്മൾ സാധാരണ തള്ളി മറിക്കാറുള്ളത്. സത്യത്തിൽ അങ്ങനെയല്ല. അതിന് ഒരു നല്ലൊരു ഉദാഹരണമാണ് ഈ പറയുന്ന സംഗതി. അപ്പോൾ നജ്റാൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അവിടെ ക്രിസ്ത്യൻ പാതിരിമാർ പണ്ഡിതന്മാരൊക്കെ ഉള്ളൊരു സ്ഥലം, അവിടേക്ക് മുഹമ്മദ് ഇതുപോലെ ആളെ അയച്ച് നിങ്ങൾ മര്യാദയ്ക്ക് ഇസ്ലാമിലേക്ക് വന്നോ, ഇല്ലെങ്കിൽ നമ്മൾ പണി തുടങ്ങും, ജിസിയ തന്ന് നിങ്ങൾ കീഴടങ്ങാൻ തയ്യാറായിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കത്തയക്കുന്ന പരിപാടിയൊക്കെ നടത്തും. അപ്പോൾ അവർ അതിനോട് യോജിക്കുന്നില്ല, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അവർ ഉറച്ചു നിൽക്കുന്നൊരു അവസ്ഥ. അപ്പോൾ അവർ ക്ലെയിം ചെയ്തു ഞങ്ങളുടെ വിശ്വാസമാണ് ശരിയെന്ന്. അതുപോലെ മുഹമ്മദ് പിന്നെ വിട്ടുകൊടുക്കൂലല്ലോ, ലാ ഇലാഹ ഇല്ലാ ഇല്ലാ അള്ളാഹ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ടീമാണ്. അപ്പോൾ അവർ തമ്മിൽ വലിയൊരു തർക്കം ഉണ്ടാകുന്നു. അങ്ങനെ അവർ ഒരു നിബന്ധന അല്ലെങ്കിൽ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുകയാണ്. നമുക്ക് തൽക്കാലം മറ്റൊരു ഐഡിയ പ്രയോഗിക്കാം. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശാപപ്രാർത്ഥനകൾ നമുക്ക് നടത്താം. എന്നിട്ട് ആരാണ് ശാപം ആദ്യം ഏൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഏത് മതമാണ്, ഏത് പടച്ചോനാണ് ശരിക്കും ഒറിജിനൽ പടച്ചോൻ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാലോ എന്നൊക്കെയുള്ളൊരു ഐഡിയയിൽ ഒരു മുബാഹല മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ മുബാഹല മുന്നോട്ട് വെക്കുന്നതിൻ്റെ സൂക്തം എന്ന് പറയുന്നത് ഈ 3:61 നിനക്ക് യഥാർത്ഥ ജ്ഞാനം വന്നെത്തിയ ശേഷം ഇക്കാര്യത്തിൽ ആരെങ്കിലും നിന്നോട് തർക്കിക്കാൻ വരുന്നുവെങ്കിൽ അവരോട് പറയുക, നിങ്ങൾ വരൂ, നമ്മുടെ ഇരു കൂട്ടരുടെയും മക്കളെയും സ്ത്രീകളെയും നമുക്ക് വിളിച്ചു ചേർക്കാം, നമുക്ക് ഒത്തുചേർന്ന് കൂട്ടായി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാം, കള്ളം പറയുന്നവർക്ക് ദൈവശാപമുണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരു സൂക്തവും അവിടെ ഇറക്കിയിട്ട് ഇവിടെ മുഹമ്മദ് ഈ ശാപപ്രാർത്ഥനയ്ക്ക് വേണ്ടി മുന്നോട്ട് വരുന്നു. ഇതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അങ്ങനെ ശാപപ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം, അത് പ്രാർത്ഥിക്കാനുള്ള മാർഗദർശിയായിട്ട് നമ്മുടെ മുന്നിലുള്ളത് ആദ്യം പടച്ചോൻ, ഇപ്പോൾ മുഹമ്മദും വന്നു. ഇനി ഇത് സംഭവിച്ചത് എന്താണ്? ഇങ്ങനെ വരുന്നു, അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ മുഹമ്മദ് വരുന്നു, ഹസനും ഹുസൈനൊക്കെ കയ്യിലിരിക്കുന്നുണ്ട്, ഫാത്തിമ ഉണ്ട്, പിന്നെ അലിയുണ്ട്. അപ്പോൾ ഇത് ഷിയാക്കൾ ഇതെന്തുകൊണ്ട് എടുക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഖിലാഫത്ത് സംബന്ധിച്ച് മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി എന്ന് നിങ്ങൾക്കറിയാം, അടുത്ത ഖലീഫ ആരാകുമെന്നുള്ളത്. അപ്പോൾ അത് അലി ആകണമെന്നുള്ള തർക്കം ഒരു വശത്ത്, ഇപ്പുറത്ത് ഉമറും അബൂബക്കറും കൂടി വേറൊരു വശത്ത്. അങ്ങനെ വലിയ തർക്കം നടക്കുമ്പോൾ അവിടെ രണ്ടായിട്ട് പിരിയാണ്. ഷിയ സുന്നികളായിട്ട് അന്ന് പിരിഞ്ഞതാണ്. അന്ന് തുടങ്ങിയ അടി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയാറുണ്ട്. അത് തീരാനും പോകുന്നില്ല കേട്ടോ, വേറെ കാര്യം. മാത്രമല്ല ഷിയാക്കൾ ഇപ്പോൾ മുസ്ലിങ്ങളാണെന്നാണ് സുന്നികൾ പറയുന്നത്. പോട്ടെ, എണ്ണ എടുക്കുമ്പോൾ ഒന്നാണ്. അങ്ങനെ ആ പ്രശ്നത്തിന് പോലും വഴിവെച്ച ആ വിഷയം, അതിൽ അവർ അലിയാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ മുഹമ്മദുമായിട്ട് കൂടി നിന്നിരുന്നത്. മുഹമ്മദ് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് എണ്ണിയിരുന്നത് എപ്പോഴും അലിയായിരുന്നു എന്നുള്ളതിന് തെളിവുകളായിട്ട് പല സാധനങ്ങൾ എടുത്ത് ഉന്നയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഈ മുബാഹല എന്ന് പറയുന്ന വിഷയത്തിലുള്ള ആയത്തും അത് സംബന്ധിച്ചുള്ള ഹദീസുകളൊക്കെ. കാരണം അതിൽ ഞങ്ങൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വരൂ, നമ്മുടെ ഇരു കൂട്ടരുടെയും മക്കളെയും സ്ത്രീകളെയും നമുക്ക് വിളിച്ചു ചേർക്കാമെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഒത്തുചേർന്ന് എന്നൊക്കെ പറയുന്നതിൽ ഈ നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ആരൊക്കെയുണ്ട്? അതിൽ ഉമറില്ല, അബൂബക്കറില്ല, അതിലുള്ളത് ഫാത്തിമയും അലിയൊക്കെയാണ്. അപ്പോൾ നബിയുടെ ആ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നബി എപ്പോഴും എണ്ണിയിരുന്നത് ഫാത്തിമയും അലിയുമായിരുന്നു എന്നുള്ളത് ഈ ഷിയാക്കൾ ഏറ്റവും കൂടുതൽ എടുത്തു വെക്കുന്നതിനൊരു തെളിവായിട്ടും കൂടിയും എടുത്തു വെക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന മുബാഹല എന്ന് പറയുന്നൊരു വിഷയം. സുന്നികൾ പറയുന്നത് ക്യാൻസൽ ചെയ്തെന്നാണ്, പക്ഷേ ഷിയാക്കൾ പറയുന്നത് നടന്നു എന്നും ആ നടന്നതിന് ശേഷം അവിടെ വലിയ വലിയ സംഭവ വികാസങ്ങൾ എന്തൊക്കെ ഉണ്ടായെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ശപിക്കുന്നത് എന്താണ്?
ഇത് ആരാണ് കള്ളം പറയുന്നത് എന്നുണ്ടെങ്കിൽ അവർ നശിക്കട്ടെ എന്നാണല്ലോ അവിടെ പറഞ്ഞു വെച്ചത്. എന്നിട്ട് ആരാ നശിച്ചത്? ഫാത്തിമാനെ ഉമർ ചവിട്ടിക്കൊന്നു, അലിയെ നാട്ടുകാരെല്ലാവരും കൂടി തല്ലി കുത്തിയൊക്കെ കൊന്നു, മുഹമ്മദ് പുഴുത്തരിച്ച് ചത്തു, അവിടെ മരിച്ച് കിടക്കുമ്പോൾ കുഴിച്ചിടാൻ പോലും ആളില്ല. അങ്ങനെ അവസാനം ഉമറിനെ, അബൂബക്കർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമറിനെ നാട്ടുകാർ മുസ്ലിങ്ങൾ തന്നെ ഇവിടെ പരസ്പരം വെട്ടിയും കുത്തിയും കൊന്നു. അങ്ങനെ ഈ ഖലീഫമാർ പരസ്പരം മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ വെട്ടിയും കുത്തിയും മരിച്ച അവസാനം അവിടെ ആരാണ് വിജയം കൈവരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇതിന് എപ്പോഴും ഖുറൈശികളുടെ നേതാവൊക്കെ ആയിട്ട് മാറി നിന്നിരുന്ന ആളുകൾ, ഇപ്പം മുആവിയയെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, അവരാണ് പിന്നീട് അവിടെ പ്രോമിനൻ്റ് ആയിട്ട് വരികയും അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ സംഗതി, അതിലെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന അവർ അംഗീകരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നതുമാണ് അതിലെ ഏറ്റവും വലിയ തമാശ. അബൂ സുഫിയാനിലൂടെ അതിലേക്ക് എത്തുന്ന പരമ്പരയിലേക്ക് എത്തുമ്പോൾ അവിടെ അവർ മുഹമ്മദ് റസൂലുള്ള അവർ സ്വീകരിച്ചിട്ട് പോലുമില്ല എന്നതാണ് അതിലേറ്റവും വലിയ തമാശ. കഴുത്തിൽ വാള് വെച്ചിട്ടാണ് അന്ന് ഷഹാദത്ത് കലിമ ചെല്ലിപ്പിക്കുന്നത് മക്ക വിജയത്തിൻ്റെ കാലഘട്ടത്തിൽ. ഈ ചരിത്രമൊക്കെ അവിടെ ഇരുത്തിയിട്ടാണ്, അവിടെ കക്ഷത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഇസ്ലാം വാളുകൊണ്ടല്ല അതിങ്ങനെ ഓതിക്കൊടുത്തും ഇങ്ങനെ പാട്ടുപാടിയാണ് ഇതുപോലെ പ്രചരിപ്പിച്ചത്, വളർന്നത് എന്നൊക്കെ പറയുന്നത്. ഇന്ന് നമുക്കറിയാം എങ്ങനെ വളരുന്നത് എന്നുള്ളത് പെറ്റുകൂട്ടിയിട്ടാണ്. പക്ഷെ അന്ന് വളർന്നത് വാള് വെച്ചിട്ട് തന്നെയാണ്, വാള് കൊണ്ട് തന്നെയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ മുബാഹല ഇങ്ങനെ നടന്നു. അപ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് ഇന്നും രേഖപ്പെടുത്തി കിടക്കുന്നു. ഷിയാക്കളുടെ വലിയൊരു ആഘോഷമായിട്ട് മാറുന്നു. ഈ മുബാഹില എന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ ഈദുൽ ഫിത്ർ പോലെ, ഈദുൽ അൽഹ പോലെ അവർ നജറാനി ക്രിസ്ത്യാനികളും ഷിയാക്കളും ഒരുമിച്ച് നിന്നിട്ട് ഇതുപോലെ ഒരു ആഘോഷം പോലും സംഘടിപ്പിക്കുന്നത് ഇന്ന് അവിടെ നമുക്ക് കാണാം. അപ്പോൾ ശപിക്കാനുള്ള മാതൃക നബി ചെയ്തത് നമ്മൾ കണ്ടു. മുബാഹലയിൽ ശപിക്കാനുള്ള നിർദ്ദേശം അത് ഖുറാനിൽ നമ്മൾ കണ്ടു, ആ സൂക്തം കണ്ടു. അതുകൂടാതെ അള്ളാഹു നേരിട്ട് ശപിച്ചതിൻ്റെ ആ പ്രാർത്ഥന നമ്മളവിടെ കണ്ടു. തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ്ബ് കണ്ടു. പിന്നെ ഇനി നമ്മൾ ഇത് നമുക്ക് ചെയ്യാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടിയാണല്ലോ ഇനി നമുക്ക് അറിയാനുള്ളത്. എന്നിട്ടല്ലേ നമുക്ക് നമ്മളുടെ ട്രാഫിക് വയലേഷൻ നടത്തിയ ആൾ ചെയ്തതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. 1989 മെയ് 28 ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ മുബാഹല ഓർമ്മകൾ കേൾക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പരിപാടികൾ നടത്തുന്നതും അത് സംബന്ധിച്ചിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നതൊക്കെ ഒരു വശത്ത് ഉണ്ട്. അതവിടെ നിൽക്കെ തന്നെ മറ്റൊരു സംഭവം നമ്മുടെ ജബ്ബാർ മാസ്റ്റർ ചാനലിൽ വളരെയധികം വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ചരിത്രം കുറിച്ച മുബാഹല ശാന്തമായി സമാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തപ്പെട്ട കൊടിയത്തൂർ മുബാഹല എന്ന് പറയുന്നൊരു വിഷയം. ഇത് ഒരു 10-12 മിനിറ്റ് നീളമുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ആ ചാനലിൽ കാണും, ജബ്ബാർ മാസ്റ്റർ വീഡിയോ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. കൊടിയത്തൂർ മുബാഹല അത് ഇതേപോലെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ആയിട്ടുള്ള 2 വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് അവിടുത്തെ നമ്മൾ അഹമ്മദിയ വിഭാഗക്കാരും അതുപോലെ മറ്റ് അവിടെ ഉണ്ടായിരുന്ന ആളുകളും തമ്മിലുള്ള വലിയൊരു തർക്കവും, അതിനകത്ത് അവർ ആരാണ് യഥാർത്ഥ മുബാഹലക്കാർ, ആരാണ് യഥാർത്ഥത്തിൽ കള്ളം പറയുന്നത്, നുണ പറയാത്തത്, സത്യം പറയുന്നത് ആര് എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താണോ ഖുറാനിൽ നമ്മളിപ്പോൾ കണ്ടത്, എന്താണോ ഷിയാക്കൾ ചെയ്തു വെക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ തള്ളി മാറ്റി വെക്കുന്ന സാധനം, ആ സാധനം ഇവിടെ കൊടിയത്തൂർ വെച്ച് നടക്കുന്ന ഒരു സംഭവം ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ആ ചാനലിലുണ്ട്. കൊടിയത്തൂർ മുബാഹല എന്നാണ് അതിൻ്റെ പേര്, നിങ്ങൾക്കത് കാണാം. അവിടെയും സംഭവിച്ചത് ഇതൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ട് പ്രാർത്ഥിക്കുക, അവൻ നശിക്കട്ടെ, ഇവൻ നശിക്കട്ടെ, അവനെ കൈയൊടിയട്ടെ, കാലൊടിയട്ടെ, അവൻ അതാകട്ടെ ഇതാകട്ടെ എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഈ ശാപം. ഇതല്ലാതെ വേറെന്താ ചെയ്യാനുള്ളത്? തബ്ബത്ത് യദാ ഹബീല, ഇത് കയ്യും നശിക്കട്ടെ, അല്ലാ നശിച്ചു, അവൻ്റെ ഭാര്യയെ മുടിഞ്ഞോട്ടെ, അവൻ്റെ സ്വത്ത് അവന് ഗുണം പിടിക്കാതെ പോട്ടെ. ഇത് പടച്ചോൻ പറയണത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഈ മുബാഹലയിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും വിഷയം ഏതാണ്ട് നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവുന്നു. അതിൽ ഒറ്റ കാര്യം മാത്രമാണ് ഇദ്ദേഹം ചെയ്തതിൽ ഒരു മിസ്റ്റേക്കായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ശപിച്ചത് മിസ്റ്റേക്കല്ല, ട്രാഫിക് വയലേഷൻ നടത്തിയത് മിസ്റ്റേക്കാണ്, അത് ഓഫ് കോഴ്സ് അത് മിസ്റ്റേക്കാണ്. അതിന് ശേഷമുള്ള കാര്യങ്ങളിലുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹം ശപിക്കാൻ വേണ്ടി ഉപയോഗിച്ച സൂക്തം തെറ്റാണ്. അദ്ദേഹം അവിടെ കാണിച്ച ആ വിശ്വാസ തീക്ഷ്ണത അത് വളരെ ശരിയാണ്. അദ്ദേഹം ആ പ്രാർത്ഥനയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആ ഒരു രീതി വളരെ നല്ല കാര്യമാണ്. ശപിച്ചതും നല്ലതാണ്, ഒരു തെറ്റുമില്ല. ശപിക്കാനുള്ള എല്ലാ അവകാശവും അതിനുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം ശാപം പഠിപ്പിക്കുന്ന ഒരു മതമാണ്. ശപിക്കുക എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് അനുവദിച്ചിട്ടുള്ളൊരു മതം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എന്തിനാ വെറുതെ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ വിഷമിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളെന്തിനാ അത് ഇതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ, ദീനിനെ മോശമാക്കുമോ എന്നൊക്കെ ചോദിക്കണം. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇസ്ലാമിൽ ശാപം ഉണ്ടെന്നേ, അതല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ചെയ്തതിലെ പ്രശ്നം ഇതാണ്: 1 ട്രാഫിക് വയലേഷൻ, 2 ഉപയോഗിച്ച സൂക്തം വളരെ തെറ്റായ ഒരു സൂക്തമായിരുന്നു. വേണ്ടിയിരുന്നത് നമുക്ക് തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ്ബ് അതായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. എന്തായാലും ഇദ്ദേഹം ഉപയോഗിച്ച ആ സാധനം അത് വെച്ചുകൊണ്ട് നമുക്കൊരു നല്ല ഗാനം കേട്ടുകൊണ്ട് നമുക്ക് തൽക്കാലം ഇതൊന്ന് അവസാനിപ്പിക്കാം. അത് കേട്ടിട്ട് നമുക്ക് പിരിയാം. ഓവർ പ്രഷർ എനിക്ക് കുറച്ച് ടൈം വേണം.
എനിക്ക് കുറച്ച് ടൈം വേണം. come on everybody. എല്ലാം കൂടി മറിഞ്ഞിട്ട് കണ്ടുകൊണ്ട് എല്ലാം കൂടി മറിഞ്ഞിട്ട് കണ്ടുകൊണ്ട് قال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم ആ വിറപ്പിക്കൽ ശ്രദ്ധിക്കണം കേട്ടോ. വേറെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് അടിയും പടിയും ആടിയും പാടിയും തീർത്താൻ പെണ്ണിന്റെ മനസ്സിനുള്ളിലെ ദുഃഖങ്ങൾ കുമിള പോലുള്ള ജീവിതത്തിൽ ഇന്ന് സങ്കടപ്പെടുവാൻ നേരമില്ല. ആടിയും ഹേയ് ഹേയ് ആടിയും പാടിയും ഹേയ് ഹേയ് ആടി ഹേയ് ഹേയ് ആടി ഹേയ് ഹേയ് ആടി ഹേയ് ഹേയ് ആടി കാണാം. ഒരാൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. തീർത്താൻ പെണ്ണിന്റെ മനസ്സിനുള്ളിലെ ദുഃഖങ്ങൾ ആ ഊത്ത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളോടെ കളി. അപ്പോൾ ഇനി മുതൽ ആരെങ്കിലും ശപിക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കേണ്ട കാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സാധനമായിട്ട് വരരുത്. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ട സൂക്തം. ശപിക്കാനുള്ള എല്ലാ സംഗതിയുണ്ട്. നിങ്ങൾ ട്രാഫിക് വയലേഷനൊന്നും നടത്തരുത്. ലൈസൻസൊക്കെ ആയിട്ട് നടക്കുക. പ്രോപ്പർ സ്പീഡൊക്കെ നിങ്ങൾ പാലിക്കുക. അതൊക്കെ നിങ്ങൾ ചെയ്തോളണം. ഇനി എങ്ങാനും ഒക്കെ ഇതേപോലെ പിടിക്കപ്പെട്ടാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട സൂക്തം എന്ന് പറയുന്നത് ഈ ഉള്ള സാധനമൊന്നുമല്ല. അതിന് പകരം ഉപയോഗിക്കേണ്ടത് നമ്മളുടെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ അബീ ലഹബിൻ എന്നൊക്കെ പറയുമ്പോൾ തബ്ബത്ത് യഥാ പോലീസുകാരൻ വതബ് എന്നൊക്കെ വേണം നിങ്ങൾ പറയാൻ. അല്ലെങ്കിൽ തബ്ബത്ത് യഥാ പട്ടാളക്കാരൻ തബ് എന്ന് പറയണം. അല്ലെങ്കിൽ തബ്ബത്ത് യഥാ ടീച്ചർ തബ്, അതായത് ടീച്ചറിൻ്റെ കൈ നശിക്കട്ടെ, പോലീസുകാരൻ്റെ കൈ നശിക്കട്ടെ, പട്ടാളക്കാരൻ്റെ കൈ നശിക്കട്ടെ. ഇനി ഒന്നുമില്ല, പിണറായി വിജയൻ തബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിണറായി വിജയൻ്റെ കുടുംബം വീണയ്ക്ക് പോലെ കഴുത്തിൽ കയറുണ്ട്, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. എന്തൊക്കെയായാലും അങ്ങനെയാണ് നിങ്ങൾ പ്രാകേണ്ടത്. അപ്പോൾ ശപിക്കാനുള്ള മാതൃക അത് ഇസ്ലാമിലുണ്ട്. ഉസ്താദുമാർ വെറുതെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ശാപമൊന്നും ഇസ്ലാമിലില്ല എന്നൊന്നും പറഞ്ഞ് വെറുതെ ആളുകളെ വെറുതെ വഴിതെറ്റിക്കരുത്. ശപിക്കേണ്ട അത്യാവശ്യ ഘട്ടങ്ങളിൽ മുബാഹല പോലെയുള്ള അതിസുപ്രധാനമായ ശാപ പ്രാർത്ഥനകൾ പോലും നടത്താനുള്ള ഒരു സാധനം പോലും നമുക്കുണ്ട്. ഇനി വേറെ ഉണ്ട് കേട്ടോ. നമ്മൾ വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു സാധനത്തെക്കുറിച്ച് നമ്മളിപ്പോഴും പറയാറുണ്ട്. പറഞ്ഞ് ബോറടിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുക്കണില്ല എന്നേ ഉള്ളൂ. എന്തായാലും അത് വേറെ ഉണ്ട്. അത് കാഫിറുകളെയൊക്കെ നിന്ദ്യരാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന വേറെയുണ്ട്. എന്തായാലും ഏത് വേണേലും പ്രാർത്ഥിക്കും. പക്ഷേ ഇവിടെ നമുക്ക് നല്ലത് തബ്ബത്ത് യദാ പിണറായി വിജയൻ തബ് എന്നൊക്കെ പറയുന്ന അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. തൽക്കാലം ഇത്തരം പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അപ്പോൾ സിൽസില ഹെ സിൽസില സിൽസില ഹെ സിൽസില. നാളെ കാണാം. ഗുഡ് നൈറ്റ്.